മുക്കം നഗരസഭ 2026-27 വാർഷിക ബജറ്റിന് ഭരണസമിതി യോഗം അംഗീകാരം നൽകി. ഒട്ടേറെ നൂതനവും വ്യത്യസ്തവുമായ പദ്ധതികളാണ് ഈ വർഷത്തെ ബജറ്റിലുള്ളത്. സമസ്ത മേഖലയെയും പരിഗണിച്ച ബജറ്റായിരുന്നു ഈ വർഷത്തേതെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. മുക്കം നഗരസഭയുടെ 2026-2027 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. 70 കോടിയിലധികം രൂപയുടെ ബജറ്റാണ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ CA പ്രദീപ് കുമാർ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ പ്രത്യേകതയുള്ള നൂതനവും ഒക്കെയുള്ള ഒരുപാട് പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിലുണ്ട്. ബജറ്റിന്റെ വിശേഷങ്ങൾ നഗരസഭാ അധികൃതരോട് തന്നെ ചോദിക്കാം. ഇത്തവണത്തെ ബജറ്റിൽ ഒരുപാട് നൂതന വ്യത്യസ്ത പദ്ധതികളൊക്കെ ഉണ്ട്. എങ്ങനെ കാണുന്നു ആ പദ്ധതികൾ? തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് വയോജനങ്ങളെ, വനിതകളെ, ഭിന്നശേഷിക്കാരെ, അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരുപാട് പദ്ധതികളൊക്കെ ആവർത്തനം എന്നൊക്കെ ഒരു ആക്ഷേപമാണ്, പ്രത്യേകിച്ച് നഗരസഭയുടെ കെട്ടിടം ഒക്കെ. ഇത്തവണ അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുന്നുള്ള ഒരു വിശ്വാസമില്ലേ? തീർച്ചയായിട്ടും മുക്കം മുനിസിപ്പാലിറ്റിക്ക് പുതിയൊരു ബിൽഡിങ് എന്നുള്ളത് നമ്മുടെ ഒരു ദീർഘകാലമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ പ്രാവശ്യം പ്രവൃത്തിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. പൂർണ്ണമായും 2 വർഷത്തിനുള്ളിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിനാവശ്യമായുള്ള ആസൂത്രണം നടത്തും. ഇപ്പോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് വികസന രംഗത്ത് ഒരുപാട് പുതിയ പദ്ധതികൾ നടപ്പാൻ കഴിഞ്ഞിട്ട് നേരത്തെ മെമ്പർ ആയിരുന്നു, അതിൻ്റെ അനുഭവങ്ങളൊക്കെ ഇതിൽ എങ്ങനെ കാണുന്നു? വളരെ നല്ലൊരു ബജറ്റാണ് ഇപ്രാവശ്യം അവതരിപ്പിച്ചത്. സമഗ്ര മേഖലയിൽ തൊട്ട് തലോടിയുള്ള ബജറ്റാണ്, ജനോപകരമായ ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പുതിയ പദ്ധതികൾ, കഴിഞ്ഞ വർഷത്തെ പദ്ധതികൾ നിലനിർത്തിയതോടൊപ്പം തന്നെ പുതിയ പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ള സ്കൂളുകൾ എയർ കണ്ടീഷൻ ആക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ട്. ആ പരിപാടി എങ്ങനെ മുന്നോട്ട് പോകാതെ എങ്ങനെ നടപ്പാക്കാനാണ് ഉദ്ദേശിച്ചത്? അതായത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളെ കൊഴിഞ്ഞു പോക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊപ്പം തന്നെ ആധുനിക സൗകര്യങ്ങളും ഭൗതിക സൗകര്യങ്ങളും അവർക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പദ്ധതിയാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം എന്നാണ് കേരളത്തിൽ മൊത്തം ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. താങ്കളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഏതൊക്കെയാണ് പുതിയ നല്ല പദ്ധതി? ഓപ്പൺ ജിം 30 ലക്ഷം രൂപ ഓപ്പൺ ജിമ്മിന് വെച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രാമീണ റോഡുകൾക്ക് 2.5 കോടി രൂപ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളെയും തലോടിയ ഒരു ബജറ്റാണ്. തീർച്ചയായും വലിയ പ്രതിഷേധങ്ങളും, സാധാരണ ബജറ്റൊക്കെ അവതരിപ്പിക്കും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അത്രയും വലിയ പ്രതിഷേധങ്ങൾ ഇല്ലാതെ ഇത്തവണ വലിയ നല്ല രീതിയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ അതിന് അംഗീകാരം നേടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ്, എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ആർക്കും പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നും ഉണ്ടായില്ല. പിന്നെ വയോജനങ്ങളൊക്കെ ഭാഗത്ത് അവരെ ചേർത്ത് പിടിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൂട്ടിരിക്കാൻ പാട്ടുപെട്ടി എന്ന പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും യുവാക്കൾക്കും ഒക്കെ ഒരുപാട് നല്ല പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിൽ. ഓപ്പൺ ജിമ്മുകൾ എല്ലാ ഡിവിഷനുകൾക്കകത്തും ഓപ്പൺ ജിമ്മുകൾ എന്നുള്ളത് ഈ ഭരണസമിതി ഒരു തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ തൊഴിലന്വേഷകർക്കായിട്ട് വലിയ പ്രാധാന്യമാണ് ഈ ബഡ്ജറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി 10 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോം നേഴ്സിംഗ് പരിശീലനത്തിന് വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു യുവജന സൗഹൃദമായിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നഗരസഭയിൽ ഇത്തവണത്തെ ബജറ്റ് വളരെ പ്രത്യേകതയുള്ള ബജറ്റ് തന്നെയാണ്. 2 വർഷത്തിന് അല്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഇത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നഗരസഭ അധികൃതരുടെയും വിശ്വാസം.